ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണിന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വാല്യൂവും പവറും പീപ്പിളിൻ്റെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യമൊക്കെ ഉള്ള ഡൽഹിയിലേക്കൊരു യാത്ര പോവുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, പവർ എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്നുമല്ലെന്നാണ് പറയുന്നത്. കാരണം രാജ്യത്തിൻ്റെ നിയമങ്ങളെ കൃത്യമായിട്ട് അനുസരിച്ചാൽ പവറിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. ആ നിയമങ്ങൾ അനുസരിക്കാതെ വരുമ്പോഴാണ് പവറിൻ്റെ ശക്തി വരുന്നത്. നമുക്കെന്തായാലും അമന ടീച്ചറോടൊപ്പം ഒരു യാത്ര പോകാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം അമന ടീച്ചർ യു ആർ വെൽക്കം. താങ്ക് യു സാർ. സാബു സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതവും നന്ദിയും പറയുന്നു. ഷെയർ ചെയ്യട്ടെ സാറ്. ചെയ്തു. അവർ നേഷൻ, എ സിറ്റി where every stone has a story and every place carries a message. But before I speak about this journey, I want to begin with the people who made my journey possible. My parents are not just part of my past, they are part of who I am today. They may not be physically here, അവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും, with their values, their strength and their sacrifices still guide me. അവരുടെ മൂല്യങ്ങളും ത്യാഗങ്ങളും ഇന്നും എന്നെ നയിക്കുന്നു. I began a journey to the capital of India, Delhi, a city where history does not sleep. ഡൽഹി ഒരു നഗരം മാത്രമല്ല, കഥകളുടെ സമാഹാരമാണ്. We often look at Delhi through its traffic or its politics. But today, look through my lens. Delhi is not a city of cold stones. It is a living classroom where every monument is an ancestor whispering a lesson to us. Today, many people say the new generation has everything but lacks one thing: gratitude. ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം ഉണ്ടെങ്കിലും നന്ദി എന്നൊരു മൂല്യം കുറവാണെന്ന് പലരും പറയുന്നു. Maybe it is true. Maybe in the rush to move forward, we forget to look back. മുന്നോട്ട് പോകാനുള്ള തിരക്കിൽ പിന്നോട്ട് നോക്കാൻ നമ്മൾ മറക്കുന്നു. We forget the people, the sacrifices, the silent struggles. നമ്മളെ ഇവിടെ എത്തിച്ചവരെ, അവരുടെ ത്യാഗങ്ങളെ നമ്മൾ മറക്കുന്നു. When I began my journey to Delhi, I thought I was just visiting famous places. But slowly something changed. പതുക്കെ പതുക്കെ എൻ്റെ ചിന്ത മാറി. It is not just a city of buildings and roads. It is a reflection of India's journey from history to modernity. History to modernity. ഡൽഹി ഒരു നഗരം മാത്രമല്ല, ഇന്ത്യയുടെ യാത്രയുടെ പ്രതിഫലനമാണ്. It is a collection of stories. Every moment, every monument tells a story. ഡൽഹി ഒരു ജീവിക്കുന്ന മ്യൂസിയമാണ്.
ഓരോ കല്ലിനും ഒരു കഥയുണ്ട്. Those stories. ആ ചിത്രം ഒരു തോണിയാണ്, വെള്ളത്തിലാണുള്ളത്. In a fast moving modern city, my first deep experience was one of silence, discipline, and spirituality. അക്ഷർധാം ടെമ്പിൾ ആണത്. അതിൻ്റെ അകത്ത് അത് ഭയങ്കര ഭയങ്കര ഇതാണ്. ഒരു തോണിയിൽ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ അങ്ങനെ തോണി പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ രണ്ടു വശത്തും കാണുകയാണ്. പിന്നെ നമ്മളെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, ഒരുപാട് ഏരിയയിലുണ്ടത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് ട്രഡീഷൻ ആൻഡ് മോഡേൺ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. The message I felt here was simple. True strength begins within. യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ഇത്. അത് കണ്ട ആൾക്കാരുണ്ടോ ഇവിടെ? കണ്ടതല്ലേ സാറേ? അത് ഒരു ഭയങ്കര ഒരു അത്ഭുതകരമായ രീതിയിൽ എനിക്ക് തോന്നി. ആരെങ്കിലും അതിനെ അതിന്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമായിരുന്നു. എനിക്ക് കണ്ട പോലെയാണോ തോന്നിയതെന്ന് അറിയില്ലല്ലോ. വളരെ മനോഹരമായ ഒരു സ്ക്രിപ്ചർ, മനോഹരമായ രീതിയിലൊരു ബിൽഡിംഗ് അല്ലെ, ഒരു ക്രിയേറ്റിവിറ്റിയാണ്. നല്ല ഒരു വളരെ ശ്രദ്ധിച്ച്. When I stood there, I did not feel like just a temple. It felt like a poem carved in stone. ആത്മീയതയുടെ ഒരു കവിത പോലെ. It reminds us to slow down and look within. അവിടെയൊക്കെയുള്ള ആ ഡിസിപ്ലിനും ആ ഒരു എല്ലാം വളരെ ഒരു സിസ്റ്റമാറ്റിക്കലാണ്. Akshardham, the architecture of the soul. I didn't just see architecture, I felt something deeper. It is a place where ancient wisdom meets modern craftsmanship. The message here is clear. Strength comes from discipline and inner peace. യഥാർത്ഥ ശക്തി ഉള്ളിലെ സമാധാനത്തിലും നിയന്ത്രണത്തിലും നിന്നാണ്. ഇത് പണി കഴിപ്പിച്ചത് BAPS സ്വാമിനാരായൺ സംസ്ഥ എന്ന് പറഞ്ഞ ഒരു ആത്മീയ സംഘടനയാണ്. സിമെന്റും സ്റ്റീലും ഇല്ലാതെ പരമ്പരാഗത രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അക്ഷർ എന്ന വാക്കിന്റെ അർത്ഥം നശിക്കാത്തത്, ധാം ദിവ്യമായ സ്ഥലം, അക്ഷർധാം. അക്ഷർധാമിൽ നമ്മൾ കെട്ടിടം കാണുന്നില്ല, സമാധാനവും നിയന്ത്രണവും ആത്മീയതയും ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ടെമ്പിൾ ഓപ്പൺ ചെയ്തത് 2005-ലാണ്. If Akshardham showed the strength of the spirit, Qutub Minar revealed the rise and fall of human power. When I stood before Qutub Minar, I felt the power of history. It is not just about height, it is about legacy. True heritage is not just about standing tall, but about surviving the test of time. യഥാർത്ഥ പൈതൃകം ഉയരത്തിലല്ല, കാലത്തെ അതിജീവിക്കുന്നതിലാണ്.
This monument is not just beautiful, it is a masterpiece of design and detail. It reflects the creativity and vision of an entire civilization. ഒരു സംസ്കാരത്തിന്റെ സൃഷ്ടിപരമായ കഴിവിന്റെ പ്രതിഫലനമാണ് കുത്തബ് മിനാർ. ഇത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വിത്ത് ഡീറ്റെയിൽഡ് കാർവിങ്സ്. ഇൻഡോ ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സംസ്കാരം ഇവിടെ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഒരു heights of precision. Every inch of this structure tells a story of precision and perfection. It reminds us greatness is built step by step with a patience and dedication. മഹത്വം ഒരു നാൾ കൊണ്ടല്ല, പടിപടിയായി നിർമ്മിക്കപ്പെടുന്നതാണ്. കുത്തബ് മിനാർ has survived centuries. 12th century engineering ആണിത്. 379 steps of sandstone. ഇന്ന് വരെ ഉറച്ചു നിൽക്കുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണേലും. This makes me wonder, have we advanced in technology or lost something in dedication? ഇന്ന് പല കെട്ടിടങ്ങൾക്കും ചില വർഷങ്ങൾ മാത്രം ആയുസ്. ഇത് പുരോഗതിയാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമായതാണോ? ഇതിൻ്റെ അകത്ത് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന കാണാം. ഖുറാന്റെ വേഴ്സസ് ആണ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്. When I looked closely at Qutb Minar, I noticed something deeper than its height. It is not just a monument, it is a fusion of cultures, a meeting of creative spirits. The intricate carvings and the verses from the Quran engraved on its walls show the beauty of Indo-Islamic architecture. ഇതൊരു കെട്ടിടം മാത്രമല്ല, സംസ്കാരങ്ങളുടെ സംഗമമാണ്. True wonders are born when diverse cultures shake hands rather than clashing. ഇതൊരു ടോംബാണ്. ഇൽത്തുമിഷിന്റെ ടോംബാണ്. A place where history becomes silent. As I stood near this white marble tomb, everything felt different. വ്യത്യസ്തത അനുഭവപ്പെടുന്നുണ്ട് അവിടെ നമ്മൾ നിൽക്കുമ്പോൾ. No noise, no power, no crowds, just silence. This place reminded me that no matter how powerful a person becomes, time finally brings everyone to the same place. ഒരു മനസ്സിന്റെ ശാന്തിയിൽ ആണ്, ആർഭാടങ്ങളിലല്ല എന്ന് ഇവിടെ ഒരു വലിയൊരു ഇതാണ്. ഇൽത്തുമിഷ് തന്നെ പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹമാണ് ഈ കുത്തബ്ദീൻ തുടങ്ങി വെച്ചെങ്കിലും ഇൽത്തുമിഷ് ആണ് കുത്തബ് മിനാറിന്റെ പണി മുഴുവനാക്കിയത്. കുത്തബ്ദീൻ ഐബക്ക് സ്ലേവ് ആയിരുന്നു. മധ്യ ഏഷ്യയിൽ നിന്ന് ഒരു ടർക്കിഷ് ഫാമിലിയിൽ നിന്ന് മുഹമ്മദ് ഓഫ് ഗോർ ദത്തെടുത്തതാണ്, അല്ലെങ്കിൽ വാങ്ങിയതാണ്. അടിമകളെ വാങ്ങുമായിരുന്നു, അടിമയായിട്ട് വാങ്ങിയതാണ്. അപ്പൊ അങ്ങയുടെ കഴിവും സാമർഥ്യം കൊണ്ട് സേനാനായകനാക്കി. അപ്പം
യുദ്ധം ചെയ്ത് നേടുന്ന രാജ്യങ്ങൾ മുഴുവൻ മുഹമ്മദ് ഘോറിന് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. മുഹമ്മദ് ഘോറിന് ശേഷം മക്കളില്ലായിരുന്നു. അപ്പം യുദ്ധത്തിൽ തന്നെ രാജാവായി. അങ്ങനെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഒന്നാമത്തെ രാജാവായി, സ്ലേവ് രാജാവ്. അദ്ദേഹം ദത്തെടുത്തതാണ്, അല്ല വാങ്ങിയത് അടിമയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് നല്ല കഴിവ് സാമർഥ്യമുള്ള ആളായിരുന്നു. അങ്ങനെ സേനാനായകനായി. പിന്നീട് ഐബക്കിന്റെ മകളെ കല്യാണം കഴിച്ച മരുമകനായി. പിന്നെ അദ്ദേഹത്തിന് ശേഷം രാജ്യം ഭരിച്ചു. 1211 ഭരിക്കാൻ തുടങ്ങി. മെയ്ഡ് ഡൽഹി എ സ്ട്രോങ് ക്യാപിറ്റൽ. ടോംബ് 1235 പണിതത്. ഇത് വലിയൊരു കാര്യമാണ്. ജന്മം കൊണ്ടല്ല ഇവിടെ മഹാനായത്, സ്ലേവാണ്, സ്ലേവ് ഡൈനാസ്റ്റിയാണ്. അത് Qutub Minar is not only the story of kings, it is also the story of slaves who rose to become rulers. What remains is not power, it is legacy. ബാക്കിയാവുന്നത് അധികാരമല്ല, പാരമ്പര്യമാണ്. I mean, what we leave behind, നമ്മൾ സ്പർശിച്ച ജീവിതങ്ങൾ, the values we lived, the lives we touched, that is what truly stays. എല്ലാവരും ജന്മം കൊണ്ടാണ് മഹാന്മാരാകുന്നത്. ഇവിടെ നമുക്കിപ്പോൾ അറിയാലോ, ഒരു ഇന്ന ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് അവർക്ക് കൂടുതൽ സ്ഥാനം കിട്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇതങ്ങനെയല്ല. After seeing monuments of power and history, I entered a place that taught me something different. Humility. Juma Masjid, faith beyond walls. One of the largest mosques in India. At Jama Masjid, something unexpected happened. History was not standing in stone alone. It was alive in people. At Jama Masjid, I did not feel power. It was the month of fasting. Something beautiful happened there. First, we shared food with the strangers. ജമാ മസ്ജിദിന്റെ മുറ്റത്ത് നിറയെ വട്ടത്തിൽ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ നിറയെ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾക്കും അവർ ഫുഡ് തന്നു. ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്തു ഭക്ഷണം കഴിച്ചു. First, we shared food with the strangers, people we had never met. No questions, no differences, just kindness. Then we prayed together. Thousands of people stood side by side, yet equal before God. Its grand architecture impressed my eyes, but its atmosphere touched something deeper. Faith lives in people, share and humanity. First, we shared food with strangers, then we prayed together.
From a place where people stood together in faith, my journey moved toward a place where people gave their lives for the nation. At India Gate, I did not just see a monument, I saw sacrifice. Behind every name remembered here, there is a story of courage, a family's pain. I reminded me, freedom is never free. I saw sacrifice. Rajghat reminded me of the values that shaped the nation. ലാളിത്യവും സത്യവും ഞാൻ അവിടെ അനുഭവിച്ചു. Built by Red Fort, built by Shah Jahan, 17th century, once the heart of Mughal rule. Today, it stands as a symbol of India's independence, where our Prime Minister addresses the nation. What touched me most was not just the history, it was the experience. We saw a cultural program inside the fort. And for a moment, history felt alive. I realized something. The same place that once symbolized royal power today represents the power of people. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാ ദിവസവും സന്ധ്യ കഴിഞ്ഞ് 7 മണി 8 മണിയോട് അടുപ്പിച്ച് അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. അത് ഞങ്ങൾ ചെന്ന ദിവസം അദാനി ഗ്രൂപ്പിന്റെ ആയിരുന്നു. അദാനിയുടെ ഗ്രൂപ്പിന്റെ എന്തോ ഒരു വലിയ മീറ്റിംഗ്, ഓൾ ഇന്ത്യ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവർക്കെല്ലാം കൂടെ കാണാൻ വേണ്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതാണ്. അന്ന് അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പം അതുവരെ അവിടെ വന്ന ആളുകളെ മുഴുവൻ പുറത്താക്കിയിട്ട് അവരെ മാത്രം ഇരുത്തി കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങളവിടെ അനങ്ങാതെ നിന്നു. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തോട്ട് വന്നപ്പോൾ ഞങ്ങൾ അദാനിയാണെന്ന് പറഞ്ഞു. കേൾക്കാവോ സാറേ? സാറേ കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇടയ്ക്കൊന്ന് മിണ്ടണേ, ഇല്ലെങ്കിൽ എനിക്ക് ആരെയും കാണത്തില്ല. സൂം ഇപ്പം എൻ്റെ മുമ്പിലില്ല, കേൾക്കാം പറഞ്ഞോളൂ, അതെവിടെയോ കുഴപ്പമില്ല. പോയി. സാർ ഇപ്പം ഈ വീഡിയോ കാണിക്കാൻ പറ്റുമോ അറിയത്തില്ല. എനിക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അവരുടെ പരിപാടി ഹിസ്റ്ററി മൊത്തമായിട്ട് കാണിച്ചു. ഈ ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ ലൈറ്റ് ആൻഡ് സൗണ്ട് കൊണ്ട് അവർ കാണിച്ചു. ഭയങ്കര ഭംഗിയായിട്ട് ഞാനത് കുറേ എണ്ണം എടുത്തു. അധികം നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു, നിന്ന് നടക്കുമെന്ന് തോന്നില്ല. പ്ലേ ആവുന്നുള്ളൂ, പക്ഷെ ഭയങ്കര സ്ലോ ആവുന്നുള്ളൂ. അത് കുറച്ചെങ്കിലും ഒന്ന് കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം. കാണുന്നുണ്ട്. വലിയ കാണിക്കാം. അധികാരം മാറുന്നത് എങ്ങനെയാണെന്ന് ഈ റെഡ് ഫോർട്ടിൽ നമുക്ക്
ഫുള്ള് തുടക്കം മുതലുള്ള ഹിസ്റ്ററി മുഴുവൻ അവരവിടെ കാണിച്ചു തന്നു. ഭയങ്കര ഭംഗിയായിരുന്നത്. അത് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാ ദിവസവും ഓരോ ടീമാണ്. അടുത്ത ദിവസം മിലിറ്ററിയുടെ വകയായിരുന്നു, ആരെയും കയറ്റുന്നില്ലായിരുന്നു. ഈ ദിവസം അദാനിയുടെ ആൾക്കാർക്ക് മാത്രമുള്ളതായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് കയറണമെങ്കിൽ വലിയ ടിക്കറ്റൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും വെറുതെ കാണാൻ പറ്റി. അപ്പം ഫ്രം കിങ്സ് ടു സിറ്റിസൺസ്, രാജാക്കന്മാർ ഉണ്ടായിരുന്നിടത്ത് സിറ്റിസൺസ് ആണ്. ഫ്രം അതോറിറ്റി ടു ഡെമോക്രസി, ദാറ്റ് ഈസ് ദ ജേർണി ഓഫ് അവർ നാഷൻ. അധികാരം മാറുന്നത് എങ്ങനെയാണെന്ന് അവിടെ നിന്ന് നമുക്ക് മുഴുവൻ മനസ്സിലാകാൻ പറ്റി. അവിടുന്ന് നേരെ ചാന്ദിനി ചൗക്ക്. ആഫ്റ്റർ സീയിങ് മോണ്യുമെന്റ്സ് ഓഫ് പവർ, ഐ entered the crowded streets of Chandni Chowk, and there I understood something important. A nation does not live only in forts and palaces, it lives in its people. Power versus people. At Red Fort, I saw authority. At Chandni Chowk, I saw life. One showed power, the other showed people. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ചരിത്രം രാജാക്കന്മാരെ ഓർക്കും, പക്ഷെ ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നത് സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരാണ്. Connecting the journey. Slowly, I understood I was not simply visiting places. Each monument was teaching a value. Spirituality, Akshardha. Power, Qutub Minar. Faith, Jama Masjid. Sacrifice, India Gate. Truth, Rajghat. Authority, Red Fort. People, Chandni Chowk. Every monument carried not just history, but a human value. This journey changed the way I see history. These places were not silent stones, they were lessons. Lessons about sacrifice, truth, power, people, and responsibility. Let us not become people who only take photographs of history. Let us become people who learn from it. History is not just to remember. It is to guide our responsibility. Which value will we carry forward into our own lives? The real question is not what did we see. The real question is which value will we carry forward? Strength at Qutub Minar, spiritual depth at Akshardha, faith and humanity at Jama Masjid, sacrifice at India Gate, truth at Rajghat, authority at Red Fort, and the importance of people at Chandni Chowk. We are the next chapter of history. We often look back at history with admiration. We speak great leaders, sacrifices, and values. But one day, future generations will also look back at us. And the question is, what kind of ancestors will we become? Will we leave behind division or understanding or courage? Selfishness or responsibility? നമ്മൾ എന്താണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളിവിടെ ലീവ് ചെയ്യാൻ പോകുന്നത്? Heritage is not behind us in the past, it is inside us in the present. We are the next chapter. നമ്മളാണ് ഹിസ്റ്ററിയുടെ അടുത്ത ചാപ്റ്റർ. Let us be the ancestors our future generations will look back on with pride. നമ്മളെ നോക്കി അവർക്ക് അഭിമാനിക്കാൻ പറ്റണം. നമുക്ക് ഒരുമിച്ച് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നാളെ സൃഷ്ടിക്കാം. Let us be the ancestors.
thank you for walking this journey with me. ഇപ്പോഴാണ് സൂം ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും നടന്നോന്ന് അറിയത്തില്ല, ഞാനൊന്നും കണ്ടില്ല. കേൾക്കാവോ? പറയുന്നത് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം സാർ. ഞാൻ ഇതുവരെ എനിക്ക് ആളുകളെ സൂം അങ്ങ് മറഞ്ഞു പോയായിരുന്നു. സാറിന്റെ സൗണ്ടിന്റെ ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണം സ്ക്രീനിന്റെ പുറകിലായി. എനിവേ, ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രത്തിലുള്ള 7 സ്ഥലങ്ങളിൽ യാത്രയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൃത്യമായി പറഞ്ഞത്. അക്ഷർധാം ടെമ്പിൾ, അതുപോലെ തന്നെ കുത്തബ് മിനാർ, ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ രാജ്ഘട്ട്, റെഡ് ഫോർട്ട് ആൻഡ് ചാന്ദിനി ചൗക്ക്. ആ ഓരോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഓരോ സ്ഥലങ്ങളിൽ, ഓരോ മോണുമെന്റ്സിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള യഥാർത്ഥത്തിലുള്ള എൻറ്റിറ്റി അല്ലെങ്കിൽ ഇവൻ്റ് എന്താണ് എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അക്ഷർധാമിൽ സ്പിരിച്വാലിറ്റിയാണ്, കുത്തബ് മിനാറിൽ ദ പവർ ആൻഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ജുമാ മസ്ജിദിൽ ഫെയ്ത്ത്, അതുപോലെ ഇന്ത്യ ഗേറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള സാക്രിഫൈസ്, രാജ്ഘട്ടിൽ സത്യത്തിൻ്റെ ഒരു വാസസ്ഥലം, അതുപോലെ തന്നെ റെഡ് ഫോർട്ടിൽ അതോറിറ്റി ആൻഡ് ചാന്ദിനി ചൗക്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച, അതിലൂടെ ഡെവലപ്പ് ചെയ്ത ആ ഒരു പഠനം അല്ലെങ്കിൽ ഒരു അറിവ്, ഒരു യാത്ര. സോ താങ്ക് യു. തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന മനോഹരമായ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ചരിത്രമുറങ്ങുന്ന, നമ്മളിലേക്ക് ശക്തി പകരുന്ന എന്തൊക്കെയോ ഒരു അനുഭവമാണ് നമുക്കിത് വരുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ആ യാത്രയിലൂടെ മനസ്സിൽ വന്നതെല്ലാം കൃത്യമായി ഓമന ടീച്ചറിലൂടെ നമുക്ക് കേട്ടു. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം. ഈ സ്ഥലങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ അക്ഷർധാം, കുത്തബ് മിനാർ, ജുമാ മസ്ജിദ്, ഇന്ത്യ ഗേറ്റ്, രാജ്ഘട്ട്, റെഡ് ഫോർട്ട് ആൻഡ് ചാന്ദിനി എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഒരു നടപ്പിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെ. സോ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പോയവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ആരാണ് വരുന്നത്? കുഞ്ഞോയി മാസ്റ്റർ, ബെൽമ മാം, ജയലക്ഷ്മി, ജോർജ് ഐസക്, കുമാർ, വർഗീസ് സാർ, കുഞ്ഞോയി മാസ്റ്റർ, ബെൽമ മാം, ആരെങ്കിലും? കുഞ്ഞോയി മാസ്റ്റർ പറയൂ. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ഓമന ടീച്ചറുടെ ഈ ഇന്നത്തെ വിശദീകരണം, ഡൽഹിയിലേക്കുള്ള യാത്ര, ഒരുപാട് ബഹുലമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അതിനെപ്പറ്റിയുള്ള വിശദീകരണം വളരെ മനോഹരമായി. ടീച്ചറോട് ഈ സന്ദർഭത്തിൽ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ടീച്ചർ വയനാട്ടുകാരിയാണല്ലോ. വയനാട്ടിൽ കുറേ പോയി വരിക എന്നല്ലാതെ കാണാൻ അവിടെ ഒക്കെ കാണാറുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട് വയനാട്ടിൽ. എടക്കൽ ഗുഹ, അതുപോലെ ഈ ലക്കിടിയിലുള്ള ആ ചുരം കാണിച്ചു കൊടുത്ത ആദിവാസിയുടെ ആ പ്രതിമ, അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, കുറിച്യ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ, പിന്നെ അമ്പലവയൽ, അവിടെയുള്ള പൂന്തോട്ടങ്ങൾ, കാരാപ്പുഴ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. ഇതിനെപ്പറ്റിയൊക്കെ ടീച്ചർക്ക് ആധികാരികമായിട്ട് വളരെ നന്നായി പറയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ ഒരു ദിവസം ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒരു ഉപകാരപ്രദമായിരുന്നു. അവിടെ പോയി വരിക എന്നല്ലാതെ അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല ടീച്ചർ. അതുകൊണ്ട് ടീച്ചറോട് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു ദിവസം ടീച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ അവതരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും കൂടെ വയനാട്ടിലേക്ക് ഒരു ദിവസം പോയേക്കാം, ഇതെല്ലാം കാണാം. സാറ് വരുമ്പം ഇതിലെ വരണം സാർ, കോഴിക്കോട് വഴി എൻ്റെ വീട്ടിലൂടെ വരണം. ആയിക്കോട്ടെ തീർച്ചയായും. ആദ്യം വേണ്ട സ്വീകരണം ഒരുക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ. എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സാർ അത്. പിന്നെന്താ, തീർച്ചയായും. അതിനിപ്പോ എന്താ കുഴപ്പം? ഓക്കെ, തീർച്ചയായും. പത്മ മാം, ജോർജ് സാർ ഉണ്ടോ? പത്മ മാം പറയൂ. എല്ലാവർക്കും നമസ്കാരം.
ഓമന ഓമന ടീച്ചർ എന്താ പറയാ, എൻ്റെ മനസ്സിലൂടെ ഉള്ളൊരു യാത്ര പോലെ ഓമന ടീച്ചർ പറയുന്നതാണെങ്കിൽ ആ വിധത്തിലുള്ള ഒരു യാത്ര ഓർമ്മയാണ് പങ്കുവച്ചത്. അല്ലെങ്കിൽ ഞാൻ കണ്ട ഡൽഹിന്നോ എൻ്റെ മനസ്സിലൂടെ പോയ ഡൽഹിന്നോ മറ്റോ പറയാം. എന്തായാലും നല്ല ഒരു എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് അത് നമുക്കും നമ്മളിലേക്കും എത്തി. ചെറിയ നെറ്റ് പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ട് ഒരു കണ്ടിന്യൂഷൻ അതിന് കിട്ടിയില്ല, എന്നാലും അത് നല്ല രീതിയിൽ ചെയ്തു. ഏതായാലും ടീച്ചർ അങ്ങനെ പോയത് മാത്രമല്ല, അത് ആ ഒരു മനസ്സിലൂടെ ടീച്ചറെ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് വലിയ കാര്യം തന്നെയാണ്. വെറുതെ കണ്ടുവരാതെ അതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചതിൽ താങ്ക് യു വെരി മച്ച് ടീച്ചർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വേറെ ആർക്കെങ്കിലും? റിഗീസ് സാർ, ജോർജ് സാർ. ഓക്കെ, അപ്പോൾ ഓമന ടീച്ചർ താങ്ക് യു. ചെറിയ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഒന്ന് മുറിയുന്നുണ്ടായിരുന്നു. സാറത് ശരിയാക്കുമായിരിക്കും അല്ലേ? നോക്കട്ടെ. സാറത് നോക്കട്ടെ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വിടാം. ഓക്കെ, ചില പിന്നെ സ്ഥലങ്ങളിൽ സമാധാനത്തിലെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കാനും പറ്റിയില്ല. വീഡിയോ കംപ്ലീറ്റ് ആയില്ല. വീഡിയോയ്ക്ക് ഭയങ്കര അന്ന് ലാഗ്. നമ്മളവിടെ അത് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. അത് ഇതാണല്ലേ, മറ്റേ എന്താ പറയുന്നത്, ഒരു ഈ ശബ്ദവും പ്രോഗ്രാം ശബ്ദവും ചെയ്തത് ശബ്ദത്തിന്റെയും രാജസ്ഥാനിൽ. വെളിച്ചത്തിന്റെയും കമ്പിനിയോടുള്ള കപ്പൽ വരുന്നതും ചരിത്രം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്നതും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഹിസ്റ്ററി ഫുള്ളും. അപ്പൊ ആയിക്കോട്ടെ എന്നാ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.